Good morning. So next we can see what are the rights and duties of an agent. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റൈറ്റ്സ് ഓഫ് എൻ ഏജൻറ്റ് എന്നുള്ളത്. ദ ഫസ്റ്റ് റൈറ്റ് ഇസ് റൈറ്റ് ടു ഗെറ്റ് റെമ്യൂണറേഷൻ. അതായത് ഏജൻറ്റിന് ദ ഏജൻറ്റ് ഇസ് എൻറ്റൈറ്റിൽ ടു റിസീവ് ദ എഗ്രീഡ് റെമ്യൂണറേഷൻ ഫ്രം ഹിസ് പ്രിൻസിപ്പൽ ഓൺ കംപ്ലീഷൻ ഓഫ് ദി വർക്ക്. Okay, if remuneration has been fixed, the agent can claim reasonable remuneration. If no remuneration is fixed, he can claim reasonable remuneration for a service. Okay, അപ്പോൾ ഇവിടെ പറയുന്നത് ചില ഏജൻസിന് നമ്മൾ ഗ്രാറ്റീഷ്യസ് പഠിച്ചിട്ടില്ല. അതായത് where an agent agrees to serve for nothing, he cannot claim remuneration. അത് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം. Then second right is right of retainer. That is, the authority of such general agents continue till it is duly terminated എന്നാണ് പറയുന്നത്. അതായത് എന്ത് റീറ്റെയിൻ ചെയ്യാനുള്ളതാണ്? റൈറ്റ് ഓഫ് റീറ്റെയിനർ എന്ന് ഉദ്ദേശിക്കുന്നത് ഏജൻറ്റ് ഹാസ് എ റൈറ്റ് ടു റീറ്റെയിൻ ഹിസ് പ്രിൻസിപ്പിൾസ് മണി അൺടിൽ ഹിസ് ക്ലെയിം ഇൻ റെസ്പെക്റ്റ് ഓഫ് ഹിസ് റെമ്യൂണറേഷൻ ഓർ അഡ്വാൻസസ് മെയ്ഡ് or expenses properly incurred in conducting the business of agency are paid. അതായത് ഏജൻറ്റിന് ഈ ഏജൻസി ബിസിനസ് നടത്തുന്ന സമയത്ത് ചിലപ്പം എന്തെങ്കിലും എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏജൻറ്റ് എന്തെങ്കിലും അഡ്വാൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ ചിലപ്പം ഏജൻറ്റിന് റെമ്യൂണറേഷൻ കിട്ടാനുണ്ടാവും. ഇങ്ങനെയുള്ള എമൗണ്ടൊക്കെ കിട്ടുന്നത് വരെ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? ഏജൻറ്റിന് പ്രിൻസിപ്പളിൻ്റെ എന്തെങ്കിലും മണി കയ്യിലുണ്ടെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യാം. അതാണ് റൈറ്റ് ടു റീറ്റെയിൻ മണി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് റൈറ്റ് ഇസ് റൈറ്റ് ഓഫ് ലീൻ. റൈറ്റ് ഓഫ് ലീൻ യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. എന്താ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ഗുഡ്സ് അൺടിൽ ഓൾ ഡ്യൂസ് ആർ ക്ലിയർഡ്. ഓക്കെ, അപ്പം ഏജൻറ്റിനും എന്തിനുള്ള റൈറ്റ് ഉണ്ട്? റൈറ്റ് ഓഫ് ലീൻ ഉണ്ട്. അതായത് അക്കോർഡിംഗ് ടു സെക്ഷൻ 221 ഓഫ് ആക്ടിൽ ഇതാണ് പറയുന്നത്. ഏജൻറ്റ് ഹാസ് എ റൈറ്റ് ടു റീറ്റെയിൻ ഗുഡ്സ്, പേപ്പേഴ്സ് ആൻഡ് അതർ പ്രോപ്പർട്ടി ഓഫ് ദ പ്രിൻസിപ്പൾ, വെദർ ഇറ്റ് ഇസ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ, ഏതായാലും വേണ്ടില്ല, അൺടിൽ ഹിസ് ഡ്യൂസ് ആർ പെയ്ഡ്. ഹി ക്യാൻ ഓൺലി റീറ്റെയിൻ ദ പ്രിൻസിപ്പൾസ് ഗുഡ്സ് ബട്ട് ഹി ഷുഡ് നോട്ട് സെൽ ദം. അത് പോയിന്റ് നോട്ട് ചെയ്തോളുക. അപ്പം എന്തെങ്കിലും പ്രിൻസിപ്പൾ അടുത്ത് നിന്ന് കിട്ടാനുണ്ടെങ്കിൽ മൂവബിളായിട്ടോ ഇമ്മൂവബിളായിട്ടുള്ള പ്രോപ്പർട്ടീൻ്റെ ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിച്ച് വെക്കാനുള്ള എന്തുണ്ടെന്നാണ് പറയുന്നത്? റൈറ്റ് ഉണ്ട്. ഇനി അത് പിടിച്ച് വെക്കാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ. ഏജൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്? ഹി ഹാസ് നോ പവർ ടു സെൽ ദം. The next right is right to be indemnified against consequences of lawful acts. ഇവിടെ ശ്രദ്ധിക്കണം, 222 സെക്ഷൻ 222 എന്താ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാം. എ പ്രിൻസിപ്പൽ ഇസ് ബൗണ്ട് ടു ഇൻഡെംനിഫൈ എൻ ഏജൻറ്റ് against losses sustained by the agent in the course of agency business. അതായത് ഏജൻസി ബിസിനസ് നടത്തിയതിൽ എന്തെങ്കിലും ഒരു നഷ്ടമോ, അതായത് വളരെ അയാൾ കൃത്യമായിട്ട് നടത്തിയിട്ടും എന്തെങ്കിലും ഒരു നഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ആരാണ്? പ്രിൻസിപ്പളാണ്. അതായത് ഏജൻറ്റിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ, thus where the agent incurred damages and expenses in defending action on behalf of the principal, he is entitled to reimbursement of the same എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തെങ്കിലും പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് വാദിച്ചിങ്ങാണ്ട് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിലൊക്കെ ലോഫുള്ളായിട്ട് ചെയ്തിട്ടും, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് ആരാണെന്നാണ് പറയുന്നത്? പ്രിൻസിപ്പളാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഏജൻറ്റ് സെക്ഷൻ 225 entitles the agent to receive compensation for the losses suffered due to negligence on the part of the principal എന്നാണ് പറയുന്നത്. Then next right is right to be indemnified against consequences of act done in good faith. നേരത്തെ പറഞ്ഞ് ലോഫുൾ ആക്ട് ചെയ്തിട്ട് എന്തെങ്കിലും നഷ്ടമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യണം. ഈ സെക്ഷൻ 223 എന്താ പറയുന്നതെന്നറിയോ? വെർ എൻ ഏജൻറ്റ് ഡസ് ദ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്, the employer is liable to indemnify the agent against consequences of that act
ഈവൻ ദോ സച്ച് ആക്ട് കോസസ് ഇഞ്ചുറി ടു ദ റൈറ്റ്സ് ഓഫ് തേർഡ് പേഴ്സൺ. അവിടെ ലോഫുൾ ആവണം എന്നില്ല. ചിലപ്പം എന്താ പറയുക, എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടാവാം. പക്ഷെ തെറ്റ് പറ്റുന്നത് ഏജൻറ്റ് അറിഞ്ഞുകൊണ്ടല്ല, അയാളത് ശരിയാണെന്ന് വിചാരിച്ചും കൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത് കോൺസിക്വൻസസ് ഓഫ് ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. 222 പറയുന്നതും 223 പറയുന്നതും ശ്രദ്ധിക്കണം. 222 എന്താ പറയുന്നത്, സെക്ഷൻ 222 പറയുന്നത് കോൺസിക്വൻസസ് ഓഫ് ലോഫുൾ ആക്ട് ആണ്. 23 പറയുന്നത് ലോഫുൾ ആയിക്കൊണ്ടെന്നില്ല, പക്ഷേ ഹീ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ അതാണ് ആ ഡിഫറൻസ്. സെക്ഷൻ 222 ഗ്രാൻസ് ഇൻറ്റെമിനിറ്റി ഇൻ റെസ്പെക്റ്റ് ഓഫ് ലോഫുൾ ആക്ട് ഓഫ് ദി ഏജൻറ്റ്, വൈൽ 223 ഗ്രാൻസ് ഇൻറ്റെമിനിറ്റി ഇൻ റെസ്പെക്റ്റ് ഓഫ് unlawful act done by agent in good faith. Okay, the next right of compensation at section 225 പറയുന്നത് the agent is entitled to claim compensation from the principal in respect of any injury caused to the agent by the negligence of principal or want of സ്കിൽ. അതായത് പ്രിൻസിപ്പളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ട് അയാളെ ശ്രദ്ധക്കുറവ് മൂലം ഏജൻറ്റിന് എന്തെങ്കിലും ഇഞ്ചുറിയോ അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ആരെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് പ്രിൻസിപ്പളാണ്. അപ്പോൾ അതാണ് ഏജൻറ്റിൻ്റെ വേറൊരു റൈറ്റ് ഓഫ് കോമ്പൻസേഷൻ. സോ ദീസ് ആർ ദ റൈറ്റ്സ് ഓഫ് ഏജൻറ്റ്. നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ഏജൻറ്റ് ടു പ്രിൻസിപ്പൾ. അതായത് ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡ്യൂട്ടി ടു ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ. അതായത് ഫസ്റ്റത്തെ ഡ്യൂട്ടി അതാണ് പറയുന്നത്. എന്തൊക്കെ ഡയറക്ഷൻസ് ആണോ ഏജൻറ്റ് ഈ ഏജൻസി ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്, ദ ഏജൻറ്റ് ഷുഡ് ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബൈ ദി പ്രിൻസിപ്പൾ. ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി സച്ച് ഡയറക്ഷൻസ് ഹി ഷുഡ് കണ്ടക്ട് ദ ബിസിനസ് അക്കോർഡിംഗ് ടു ദി കസ്റ്റം ഓഫ് ദി പ്ലേസ്. മനസ്സിലായോ? അപ്പം ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക. ഇഫ് നോ ഡയറക്ഷൻസ് ആർ ഗിവൺ ദ ബിസിനസ് ഷുഡ് ബി കണ്ടക്റ്റഡ് അക്കോർഡിംഗ് ടു ദി കസ്റ്റം ഓഫ് ദി പ്ലേസ്. അപ്പം എവിടെ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലായിരിക്കും കസ്റ്റം ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ദെൻ സെക്കൻഡ്, ഡ്യൂട്ടി ഓഫ് റീസണബിൾ കെയർ ആൻഡ് സ്കിൽ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏജൻറ്റ് ഷുഡ് കണ്ടക്ട് ദ ബിസിനസ് ഓഫ് ഏജൻസി വിത്ത് ആസ് മച്ച് സ്കിൽ ആസ് ഇസ് ജനറലി പൊസസ്ഡ് ബൈ പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ സിമിലർ ബിസിനസ് അൺലെസ് ദ പ്രിൻസിപ്പൾ ഹാസ് നോട്ടീസ് ഓഫ് ഹിസ് വാണ്ട് ഓഫ് സ്കിൽ. അപ്പം ഏജൻറ്റ് പ്രിൻസിപ്പൽ ആർക്ക് വേണ്ടിയിട്ട് ആരെ ഇതിലാണ് ചെയ്യുന്നതെല്ലാം പിന്നെ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ സ്വന്തം ബിസിനസ് എത്ര ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുന്നോ അത്രയും ശ്രദ്ധയും കെയറും സ്കില്ലും ഒക്കെ ഏതിനും കൊടുക്കണം എന്നാണ് പറയുന്നത്. പ്രിൻസിപ്പളുടെ ബിസിനസ് ആണെങ്കിൽ കൂടി കൊടുക്കണം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഏജൻറ്റ്. മനസ്സിലായോ? ഡ്യൂട്ടി ടു ക്യാരി ഔട്ട് ദ ബിസിനസ് വിത്ത് സ്കിൽ ആൻഡ് കെയർ. ക്ലിയർ ആയിട്ടുണ്ടോ? If the agent fails to carry out the business as per the principal's directions with reasonable care and thus causes loss to the principal, agent will have to compensate that loss. Okay. Then third point is duty to render accounts. Section 213 പറയുന്നത് അതാണ്. It is the duty, അതായത് agent has to submit before the principal a true and correct account of all business. എപ്പോഴാണോ പ്രിൻസിപ്പൽ ഡിമാൻഡ് ചെയ്യുന്നത് അക്കൗണ്ട്സ് കാണണം, എനിക്ക് ഫുൾ ഇത് കാണണം, ഡീറ്റെയിൽസ് കാണണം എന്ന് പറയുന്ന സമയത്ത് കാണിക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഏജൻറ്റ് ടു കീപ് ദ മണി ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പ്രിൻസിപ്പൽ സെപ്പറേറ്റ് ആൻഡ് ടു കീപ് ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഓൾ ഹിസ് ട്രാൻസാക്ഷൻസ് on behalf of the principal and to produce the same to the principal whenever he demands. Okay, next one, duty to communicate in case of difficulty. അപ്പോൾ ഇതും ഏജൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഇൻ കേസ് ഓഫ് ഡിഫിക്കൽട്ടി ടു യൂസ് അതായത് ഓൾ റീസണബിൾ ഡിലിഗൻസ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഹിസ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻ സീക്കിംഗ് ടു ഒബ്റ്റെയിൻ ഹിസ് ഇൻസ്ട്രക്ഷൻസ് before taking any steps
ഇൻ ഫേസിങ് ഡിഫിക്കൽട്ടി ഓർ എമർജൻസി. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ അത് ആരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം? ഏജൻറ്റ് പ്രിൻസിപ്പളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് അയാൾ സ്വന്തം എല്ലാം ഏറ്റെടുത്ത് അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന എല്ലാ ലോസസും ആരെന്നെ വഹിച്ചോളേണ്ടി വരും? ഏജൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഡ്യൂട്ടി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രിൻസിപ്പൾ. ഏജൻറ്റ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പ്രിൻസിപ്പൾ എസ്പെഷ്യലി വെൻ ഹി ഫേസസ് പ്രോബ്ലംസ്. അതായത് ഇൻ ടൈംസ് ഓഫ് എമർജൻസി ദ ഏജൻറ്റ് മേ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് വിത്തൗട്ട് കൺസൾട്ടിങ് the principal. Then next is duty not to set up adverse title. നിങ്ങളെ ടെക്സ്റ്റിൽ 6th പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ where an agent has obtained goods or property from the principal, he should not set his own title or ദ ടൈറ്റിൽ ഓഫ് തേർഡ് പാർട്ടീസ്. ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് ആണല്ലോ. അപ്പം ഈ ഏജൻറ്റ് ഒരിക്കലും ഈ ഏജൻസി ബിസിനസ്സിലുള്ള ഗുഡ്സിൻ്റെ മുകളിലോ പ്രോപ്പർട്ടീൻ്റെ മുകളിലോ എന്താക്കാൻ പാടില്ല? സ്വന്തം ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഹി ഷുഡ് നോട്ട് ക്ലെയിം എനി ഓണർഷിപ്പ് ഓവർ ദ സെറ്റ് ഗുഡ്സ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നോട്ട് ടു, അതായത് ഡ്യൂട്ടി നോട്ട് ടു ഡീലേഴ്സ് ഓൺ. The principal and the agent should have mutual trust and confidence. So the agent should not deal with the business എങ്ങനെയാണ് പറയുന്നത്? യൂണിലാറ്ററലി, ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു പേഴ്സണൽ ഇൻട്രസ്റ്റ്. ദെൻ അതായത് ഇവിടെ പറഞ്ഞത് ഇതാണ്, when the agent gets goods belonging to the principal, he should not say that the goods belong to the agent or third person. അതായത് the agent should not dispute the ownership of goods by the principal എന്നാണ് പറയുന്നത് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞത് ഡ്യൂട്ടി ടു ഡീൽ ഓൺ ഹിസ് ഓൺ എന്നുള്ളത് കറക്റ്റ് ചെയ്തുങ്ങാണ്ട് കേട്ടോളാം. ദെൻ നെക്സ്റ്റ് വൺ, 6th ഡ്യൂട്ടി നോട്ട് ടു മേക്ക് എനി പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഹിസ് ഏജൻസി എക്സെപ്റ്റ് ഹിസ് റെമ്യൂണറേഷൻ. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏജൻറ്റ് എന്താക്കിയിരിക്കണം എന്നാണ് പറയുന്നത്? ഏജൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഏജൻറ്റ് ടു പേ ഓവറോൾ മണീസ് റിസീവ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദ പ്രിൻസിപ്പൽ സബ്ജക്റ്റ് ടു എനി ലോഫുൾ ഡിഡക്ഷൻസ് ഫോർ റെമ്യൂണറേഷൻ ഓർ എക്സ്പെൻസസ് പ്രോപ്പർലി ഇൻകേർഡ്. അതായത് എക്സ്ട്രാ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കരുത്. എന്തൊക്കെ എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ ആ എമൗണ്ട് മൊത്തമായിട്ട് ആർക്ക് കൊടുക്കണം? പ്രിൻസിപ്പളിന് കൊടുക്കണം. എക്സെപ്റ്റ് ഏത് മാത്രം ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഇസ് റെമ്യൂണറേഷൻ. അതേമാതിരി ഏജൻറ്റിന് എന്തെങ്കിലും ഈ ഏജൻസി ബിസിനസ്സിൽ എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഡ്യൂട്ടി ടു പേ ഓവറോൾ മണീസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഡ്യൂട്ടി ഓൺ ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ പ്രിൻസിപ്പൾസ് ഡെത്ത് ഓർ മെച്യൂരിറ്റി. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ 10th പോയിൻ്റ് ആട്ടോ നിങ്ങളെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പ്രിൻസിപ്പൾ കണ്ടില്ല. അതായത് ഇഫ് ദ പ്രിൻസിപ്പൾ ഡൈസ് ഓർ ബിക്കംസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, ദ ഏജൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പ്രിൻസിപ്പൾ മസ്റ്റ് ടേക്ക് ഓൾ റീസണബിൾ സ്റ്റെപ്സ് ടു പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പ്രിൻസിപ്പൾ. അതായത് ഡെത്ത് അല്ലെങ്കിൽ ഇൻസെയിൻ ആയിട്ടുണ്ടെങ്കിൽ എന്താവുന്ന പറയുന്നത്? പ്രിൻസിപ്പൾ ഇപ്പോൾ മരിച്ചു പോവോ ഇൻസെയിൻ ആവോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏജൻസി ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവും. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഏജൻറ്റ് ടു ടേക്ക് ഓൾ റീസണബിൾ മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ദ പ്രിൻസിപ്പൾസ് ഇൻട്രസ്റ്റ്. ഓക്കെ, അയാൾ മരിച്ചു പോയല്ലോ വിചാരിച്ചിങ്ങാണ്ട് തോന്നിയ മാതിരി കളിച്ച് പോകാൻ പാടില്ല. ദെൻ ഡ്യൂട്ടി നോട്ട് ടു ഡെലിഗേറ്റ് അതോറിറ്റി. അപ്പോൾ അത് പറയുന്നത് നമ്മൾ പഠിച്ച് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതായത് 2 തരത്തിൽ ഡെലിഗേറ്റ് ചെയ്യാം. അതായത് പെർമിഷനോട് കൂടി പ്രോപ്പർലി ഡെലിഗേറ്റഡും ഇംപ്രോപ്പർലിയും വരുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർലി ഡെലിഗേറ്റഡ് ആണ് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ അല്ലാതെ എന്താക്കാൻ പാടില്ല? ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല. ഡ്യൂട്ടി നോട്ട് ടു ഡെലിഗേറ്റ് ഇസ് അതോറിറ്റി. എൻ ഏജൻറ്റ് കനോട്ട് ഡെലിഗേറ്റ് ഇസ് അതോറിറ്റി ടു അനദർ പേഴ്സൺ അൺലെസ് ഓതറൈസ്ഡ് ഓർ വാറണ്ടഡ് ബൈ ദ കസ്റ്റം ഓർ നേച്ചർ ഓഫ് ഏജൻസി. അതായത് ഏജൻറ്റിന് കൊടുത്തിരിക്കുന്ന വർക്ക്, ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന വർക്ക് അയാൾ തന്നെ ചെയ്തിരിക്കണം എന്നുള്ളതാണ്.
ഓക്കെ, കാരണം എന്താ വെച്ചാൽ പ്രിൻസിപ്പൾ ഹാസ് ദ കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ദി ഏജൻറ്റ്. മനസ്സിലായല്ലോ, വെൻ ഹി അപ്പോയിൻറ്റ്സ് ഹിം. സോ ദ ഏജൻറ്റ് ഷുഡ് പെർഫോം ഹിസ് ഡ്യൂട്ടീസ് പേഴ്സണലി ആൻഡ് വിത്ത് diligence without delegating someone else to do the work. Then next comes, നമ്മൾ 2-3 പോയിന്റ് ഇതിൽ പറയുന്നുണ്ട്. ഡ്യൂട്ടി ടു പാസ് ദ ഇൻഫർമേഷൻ ടു ദ പ്രിൻസിപ്പൾ. അതായത് ഇഫ് ഏജൻറ്റ് ഒബ്റ്റെയിൻസ് എനി ഇൻഫർമേഷൻ ഇൻ ദ കോഴ്സ് ഓഫ് ഏജൻസി, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ടു പാസ് ദ സെയിം ടു ദ പ്രിൻസിപ്പൾ. അത് ഈ ഷുഡ് നോട്ട് യൂസ് ദ സെയിം എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പ്രിൻസിപ്പൾ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഏജൻസി ബിസിനസ്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉടനെ ആർക്ക് പാസ് ചെയ്യണം? പ്രിൻസിപ്പളിന് പാസ് ചെയ്യണം. ഇഫ് ഏജൻറ്റ് ഡസ് സോ, ദ പ്രിൻസിപ്പൾ ക്യാൻ റിക്കവർ ഫ്രം ദ ഏജൻറ്റ് compensation for loss suffered due to the agent's misconduct. പിന്നെ പറയുന്നത് എന്താ? ഡ്യൂട്ടി നോട്ട് ടു ഡിസ്ക്ലോസ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. ഒരു ബിസിനസ് ആവുന്ന സമയത്ത് പല കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും, അതൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല ഏജൻറ്റ്. പിന്നെ ഡ്യൂട്ടി നോട്ട് ടു മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ് ഫ്രം ഏജൻസി. ദീസ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഏജൻറ്റ്.